ഗായ്സ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? സുഖമാണെന്ന് വിചാരിക്കണം. നമ്മളിപ്പോൾ ചാവക്കാടാണ് കേട്ടുള്ളത്. ചാവക്കാട് നമ്മളെ മനത്തിൽ നിർച്ചത്തെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ പോയടുത്ത് കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഞാൻ കൂടുതൽ വോയിസ് ഓവറൊന്നും ഞാൻ കൊടുക്കണില്ല. നിങ്ങൾക്ക് എല്ലാ വിശേഷങ്ങളും നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം കേട്ടോ. ഞാൻ പോയടുത്തത്തെ വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മളെ പ്രോഗ്രാംസൊക്കെ കാണാം കേട്ടോ. ബസ് സ്റ്റാൻഡിൽ എന്താ പറയുക, ഇക്കടെ ഫ്രണ്ട് ഉണ്ട് കേട്ടോ. ബസ്സിലേക്ക് നമ്മൾ സ്റ്റാൻഡിലല്ല പ്രോഗ്രാം എടുക്കണം. അപ്പോൾ ബസ്സിൻ്റെ അടുക്ക് വന്നപ്പോൾ ഇക്കടെ ഫ്രണ്ടിൻ്റെ ഉണ്ട്. അപ്പോൾ എല്ലാം കൈ നീട്ടിയപ്പോൾ ആളെടുത്തേക്ക് അവൾ പോയി. പിന്നെ എന്താ പറയുക, നമ്മൾ എല്ലിനിപ്പോൾ അങ്ങനെ കരയണമെന്നില്ല കേട്ടോ. മറ്റേത് അവൾ ആരെടുത്താലും കരയണമെന്നാണ്, അങ്ങനെ പോകാത്തതിന്. പക്ഷെ ഇപ്പോൾ അവൾ ഓക്കെ, ഇപ്പോൾ എല്ലാവരുടെ അടുത്തൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഇങ്ങനെ പോകാൻ വേണ്ടി നിൽക്കുമ്പോഴത്തേനും വീണ്ടും അവിടെ ഓരോരോ ഒന്ന് കഴിയുമ്പോൾ ഒന്ന് തീരെ പരിപാടി ഇല്ലാണ്ടിരിക്കുന്നില്ല ഈ സ്റ്റാൻഡിൽ പരിപാടി കേട്ടോ. പിന്നെ ഇവിടെ രാത്രി മറ്റേ ശ്രീനാഥ് ബാസിയൊക്കെ വരുന്നുണ്ട് കേട്ടോ. രാത്രി എനിക്ക് വരാൻ പറ്റില്ല, കാരണം ഈ രാത്രി നമ്മളെ മക്കളായിട്ട് വന്നാൽ മമ്മേനെ അല്ലെങ്കിൽ തന്നെ ഒരു ചെറിയ ജലദോഷമുണ്ട്. അപ്പോൾ ഇനി മഞ്ഞ് കൊണ്ട് കഴിഞ്ഞാൽ വട്ടയാട് നീർച്ച എനിക്ക് കയ്യിൽ നിന്ന് പോകും. വട്ടയാട് നീർച്ചയ്ക്ക് 2 ദിവസം 3 ദിവസം ഉണ്ടല്ലോ. അതുകൊണ്ട് വട്ടയാട് നീർച്ച എനിക്ക് ഫുള്ള് കാണാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ രാവിലക്കത്തെല്ലാം കഴിഞ്ഞിട്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ നേരെ റോഡ് ക്ലോസ് ചെയ്തിട്ട് ഞങ്ങൾ സമൂസ കഴിച്ചു. ഞാനും സമൂസ കഴിച്ചു, മുഹമ്മദും സമൂസ കഴിച്ചു. ഇക്കൊക്കെ മുട്ട ബജിയാണ് ഇഷ്ടം, ഒക്കെ മുട്ട ബജിയും പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് കഴിച്ചിട്ട് ഞമ്മ പോവാ കുറേ റഷി പോവാന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾക്ക് അവിടെ നിന്ന് പോകാൻ പറ്റില്ല. ഒന്ന് കഴിയുമ്പോൾ ഒന്ന്. അപ്പം അങ്ങനെ ഞങ്ങൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അങ്ങനെ അവിടെ നിന്നു. Thank you.
എൻ്റെ പോയി. പിന്നെ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് പോകുന്നു കേട്ടോ. നമ്മൾ പാലത്തിൻ്റെ അടുക്ക് പോകുന്നു. ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഞാൻ വന്നത് വരുന്നതിനല്ല അവിൽ മിൽക്ക് കുടിക്കാനാണ് കേട്ടോ. അവിൽ മിൽക്ക് അല്ലെങ്കിൽ പഴം ജ്യൂസാണ് ഞങ്ങൾ ഇവിടെ വന്നിട്ട് കുടിക്കാറ്. ഇവിടെ 2-3 ഷോപ്പുണ്ട്. അതിൽ ഏതിലേലൊക്കെ കയറിയിട്ട് തിരക്ക് ഏതിലൊക്കെ കുറവ് അതിൽ കയറിയിട്ട് ഞങ്ങൾ കുടിക്കാറാണ് ചെയ്യാറ്. അങ്ങനെ ഇന്ന് നീർച്ചയായിട്ട് തന്നെ അത്യാവശ്യം തിരക്കുണ്ട്. പിന്നെ ഞാൻ അവിൽ മിൽക്ക് കേട്ടോ ഫസ്റ്റ് കുടിച്ചത്. പക്ഷേ അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റില്ല. ഈ എല്ലാം കിടന്നുറങ്ങുന്നത്. പിന്നെ അവിൽ മിൽക്ക് ഒന്ന് അങ്ങോട്ടും ഉണ്ടാക്കിയാൽ നിറച്ചായിട്ടല്ല അവർ തരിക. അതങ്ങനെ പോണ കാരണം എനിക്ക് വീഡിയോ എടുക്കാനും പറ്റില്ല. ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു, വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ അവിൽ മിൽക്ക് കുടിച്ചതിന് ശേഷം ഞാൻ കണ്ടു പറഞ്ഞു കുടുക്ക സർവത്ത് വേണം. ഇവിടുത്തെ കുടുക്ക സർവത്ത് നല്ല ടേസ്റ്റാട്ടോ. എന്താ പറയുക, എരിവും ഉണ്ട്. എന്താ പറയുക, ഒരു ടേസ്റ്റ് പറഞ്ഞു തരാൻ പറ്റാത്തൊരു ടേസ്റ്റാട്ടോ. എനിക്കിത് ഇഷ്ടമാണ്. ചിലവർക്ക് ഇഷ്ടമാവുള്ളൂ, എല്ലാവർക്കും ഇഷ്ടമായിന്ന് വരില്ല കേട്ടോ. എല്ലാവർക്കും ഒരു കുറച്ച് മൈൻഡല്ലല്ലോ. പക്ഷേ എനിക്കിത് ഇഷ്ടമാണ് കേട്ടോ. ഇത് കുടിക്കുമ്പോൾ ഒരു കാര്യമുണ്ട്, നമ്മൾ മിക്സ് ചെയ്ത് കുടിച്ചില്ലെങ്കിൽ ടേസ്റ്റ് അറിയില്ല. നമ്മൾ നന്നായി മിക്സ് ചെയ്തിട്ടാണ് കുടിക്കാൻ. അപ്പോൾ ഇക്കാക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ ഞാനൊരാൾ മാത്രമേ പറഞ്ഞുള്ളൂ. കാരണം ഇക്കാക്ക് അവിൽ മിൽക്കൊക്കെ കഴിച്ചപ്പോൾ ഇക്കാടെ വരുന്ന പറഞ്ഞു. അപ്പോൾ ഇക്കാവന് അനക്ക് ഇനിയും വേണമെന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിനി ഐസ്ക്രീം മതിക്കാന്ന് പറഞ്ഞു. അപ്പോൾ ഇക്കാവന് ഇനി വന്നേന്ന് പറഞ്ഞു. കാരണം കുട്ടികൾക്ക് ജലദോഷം ഇനി ഈ ഐസ്ക്രീം കഴിക്കാൻ കുട്ടികൾക്കും കൊടുക്കാണ്ടിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഐസ്ക്രീം കിട്ടിയില്ല കേട്ടോ, ബാക്കിയെല്ലാം മേടിച്ചു തന്നു. ഇത് ഞങ്ങളിതെല്ലാം കുടിച്ചു. നമ്മൾ ആദമിനും ഇഷ്ടമായിട്ടോ. ആദമിന് പിന്നെ എരിവൊക്കെ ഇഷ്ടമാണ്, കുഴപ്പമില്ല. കളിക്കുന്നത് വേണ്ടേ? എന്തേ വേണ്ടത്? ആണോ? കളിക്കുന്നൊന്നും വേണ്ട? ഇക്കാനെ കൊണ്ട് പീഡിപ്പിച്ചോ?